നമസ്കാരം, എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ രാജേഷ് സാറിന്റെ സ്റ്റുഡന്റിന്റെ ചിത്രരചനയുടെ എക്സിബിഷൻ 3-ാം ഭാഗം. അപ്പൊ അത് വളരെയധികം ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. അത് സാർ എങ്ങനെയാണ് വരയ്ക്കുന്നത്, എന്തൊക്കെ കളറാണ് ഉപയോഗിക്കുന്നത്, അതിനെന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, പെൻസില്, സ്കെച്ച്, അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചിരിക്കുന്നാൽ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സാർ വരച്ചു കഴിയുമ്പോൾ ആ ചിത്രം എത്ര മനോഹരമായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാൻ വരും. നമുക്കിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആർട്ടിസ്റ്റ് സുകുമാർ സാറാണ്. അതുപോലെ തന്നെ ശശി തണ്ണൂർ സാറ് മലപ്പുറത്ത് നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വാട്ടർ കളർ ഡെമോൺസ്ട്രേഷന്റെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റ് സുകുമാർ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുള്ളൂ. നമസ്കാരം, കോട്ടയാണ്. ഞാൻ തോന്നാണ് ഒരു സമയം വൈകി ബസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, പിന്നെ മഴയുടെ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ സമയപറ്റി മണിക്കൂറാണ് ഉള്ളിലായിട്ട് ഉള്ളൊരു രീതി അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൽ ചെയ്യുന്ന രീതികളും പിന്നെ സ്കെച്ച് ചെയ്യുന്ന രീതികളെ, അത് ഷെയ്ഡ് ചെയ്യുന്ന രീതികളെ 2-3 പാർട്ടായിട്ടായിരുന്നു നമ്മൾ ചെയ്യുന്നത്. സമയപരിധിക്കുള്ളിലായിട്ട് എനിക്ക് പറ്റുന്ന രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ കുട്ടികളുടെ ചിത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏറ്റവും നന്നിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ കൂടി പറയാം. പിന്നെ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെ എല്ലാവരും ഈ തരത്തിലൊരു ഇതൊരു സംഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിലൊരു കൂട്ടായ്മ എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. പിള്ളേരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ, പിള്ളേരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ചില ആളുകളെ, അവരുടെ രക്ഷിതാക്കളെ, കുട്ടികൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അതുപോലെ ഈ മഴയുടെ സമയമായിട്ട് പോലും ഈ ഒരു എണ്ണത്തെ ഈ തരത്തിൽ കാണുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. എല്ലാവരും വായിക്കാൻ റെഡിയില്ലേ? വായിക്കാനെല്ലാം റെഡിയില്ലേ? അങ്ങനെ കൂടുതൽ ഞാനിപ്പോഴൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്ക് വായിക്കുകയും ചെയ്യാം. വരച്ച ചിത്രങ്ങൾ നോക്കിയിട്ട് മറ്റൊരു രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയും ചെയ്യും. എല്ലാവർക്കും ഒരിക്കലും പറയും. മക്കളെ, നമ്മൾ ഇന്ന് വലിയ ക്ലാസ്, അതായത് വാർത്തകൾ എങ്ങനെ ചെയ്യാവുന്നതാണ് ഡെമോൺസ്ട്രേഷന്റെ ക്ലാസ്സിലേക്കാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ നിങ്ങളത് ബാക്കിൽ ഇരുന്നാലിങ്ങനെ ഫ്രണ്ടിലേക്ക് വരണ്ടേ? എല്ലാവരും ഫ്രണ്ടിലേക്ക് വരില്ല. കാരണം പല കാലത്താണ് സാറിന് ഓരോ കളർ വെക്കുന്നത്, അതുപോലെ തന്നെ സ്കെച്ച് ചെയ്യുന്നത്, ഓരോ രീതി അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സാറ് കാര്യമാണ് ആദ്യമായിട്ടാണ് അത് ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. അത് പിന്നിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പാഠമായിരുന്നു. കാരണം അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആർട്ടിസ്റ്റാണ്. വളരെ കണ്ടിട്ടുണ്ടോ? മംഗളാഭാര്യയില് തുടുപ്പുള്ള ജീവനുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സാറ്. അദ്ദേഹം ക്ലാസ്സിൽ വന്ന് പരമാവധി പ്രയോജനപ്പെടുത്തും. കുട്ടികള് പഠിക്കുന്ന കുട്ടികളെ 3-2 ഉണ്ടോ? ഉണ്ട്. കുറച്ച് മുതിർന്ന കുട്ടികളും ഉണ്ട് അല്ലേ? ഉണ്ട് അല്ലേ? ഞാനൊരു ഡ്രോയിങ് ചെയ്യുക. നമ്മൾ ഈ സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ വാട്ടർകോളർ ചെയ്യുന്നതിന് മുമ്പായിരിക്കും നമ്മൾ നല്ല സ്കെച്ച് ചെയ്യണം. നല്ല സ്കെച്ചാണ് നമുക്ക് വേണ്ടത്. ഒരു പൂ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പൂവിനൊരു ഒഴുക്കുണ്ട്. ഈ
ഈ ഒഴുക്ക് നമ്മുടെ സ്കെച്ചിൽ വരണം. ഈ സ്കെച്ച് ആദ്യമേ കാണിക്കാൻ എല്ലാവരും പടം കണ്ട് കഴിവുള്ള കുട്ടികളാണ്, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാവുന്ന കുട്ടികളാണ്. നമ്മൾ ഇതിനകത്ത് ഈ നമുക്ക് വീടുകളുണ്ട്, മരങ്ങളുണ്ട്, ഇതെല്ലാം വരച്ചിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല. എനിക്ക് ഓരോ ചെറിയ ചെറിയ ടെക്നിക്കുകളുണ്ട്, അതായത് നല്ല ഒരു ഒഴുക്ക് വേണം. പിന്നെ ഇവിടെ ഒരു 2 സ്കെച്ച് വെറുതെ ചെയ്യാം, ഒരു ഡ്രോയിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരുടെ ചെയ്യാം. ഇതാണോ പെൻസിലിനെ അതായത് ഇതിനകത്ത് ആ ലൈൻസിന്റെ ഒരു ഒഴുക്കുണ്ട്, ലൈൻസ് വരച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പുണ്ട്. ഒരു ഇലയോ ചെറിയൊരു പൂക്കളോ ഏതെങ്കിലും ഒരു ഇത് വരച്ചാൽ മതി. ചെറിയതായ ഒരു സബ്ജക്റ്റ് എടുത്ത് വരയ്ക്കണം. ആദ്യം എല്ലാം കൂടെ വരയ്ക്കരുത്, ഉള്ളത് നമ്മൾ ക്ലിയറായിട്ട് വരയ്ക്കണം. അപ്പൊ അതായത് ഞാൻ ആ ഇലയുടെ ഷേപ്പ് ഒന്നുകൂടെ വരച്ചിടാം. പിന്നെ ഇതൊരു ഷേപ്പാണ്. അതായത് ലൈൻസിന്റെ തിക്നെസ് എല്ലാം ഒരുപോലെ എവിടെ തുടങ്ങിയിട്ട് നമ്മൾ എവിടെ അവസാനിപ്പിക്കുന്നതാണ്. ചിത്രം നോക്കി വരയ്ക്കുകയാണെങ്കിൽ ചിത്രം നോക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു പടം അത് നോക്കി വരയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൂടെ പെട്ടെന്ന് ഈ ഒരു ശൈലിക്ക് വരയ്ക്കാൻ പറ്റത്തില്ലായിരിക്കും. അത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം പറയാം. അതിന് ഇപ്പോൾ ഈ ചിത്രം നോക്കി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ ലൈറ്റായിട്ട് ചെയ്ത് നോക്കും. ഇങ്ങനെയായിരിക്കും നിങ്ങൾ വരച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം അത് ലൈറ്റായിട്ടേ ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതി വേണം. അപ്പൊ നിങ്ങൾ വർക്കിന് കുറച്ചുകൂടെ മീഡിയം ഉണ്ടാവും, മനസ്സിലായി? കുറച്ചുകൂടെ ഭംഗിയുണ്ട് പൂക്കൾ. പിന്നെ നല്ല ധാരണ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് വർക്കാണ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഇരിക്കണം പടങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ശരിക്കും അവിടെ ചെറിയ ഉദാഹരണം പറയുന്നത് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന പോലെയൊക്കെ വണ്ടി ഓടിക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പോയി ഇരിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന നമ്മൾ ഇവിടുന്ന് നേരെ കോട്ടയം പോവുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് റൂട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സംശയം ഉണ്ടാവും. സംശയം വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളതെങ്കിലും ഉള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ലൈൻസ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ലൈൻസ് പഠിച്ചതിന് ശേഷം അതിൻ്റെ ലൈറ്റും ഷെയ്ഡും വൺ സൈഡിൽ ലൈറ്റ് വരുന്നത്
അതിൻ്റെ എതിർ സൈഡ് ഷെയ്ഡായിട്ടുണ്ട്. സ്കെച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈറ്റും ഷെയ്ഡുമാണ് പഠിക്കുന്നത്. അതിന് ശേഷം ആണ് നിങ്ങൾ അതേ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് തന്നെ നിങ്ങൾ പെൻസിൽ കൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യും. നിങ്ങൾക്ക് പെൻസിലിൽ തന്നെ ഷെയ്ഡ് ചെയ്തൊരു പടം പൂർത്തീകരിക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ പെൻസിൽ വർക്കുകൾ ചെയ്ത് നമ്മുടെ കയ്യിൽ നല്ലൊരു വഴക്കം കിട്ടും. ആ സമയത്ത് കഴിഞ്ഞതിന് ശേഷം അത് കളർ പെൻസിൽ പ്രാക്ടീസ് ചെയ്യുക. കളർ പെൻസിൽ ഈ ഷെയ്ഡ് ചെയ്ത പോലെ തന്നെ കളർ പെൻസിൽ കൊണ്ട് പ്രാക്ടീസ് ചെയ്യും. കളർ പെൻസിൽ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ലൈറ്റും ഷെയ്ഡും എല്ലാം കളറിൽ കിട്ടും. അങ്ങനെ കുറേ ചെയ്തതിന് ശേഷം പിന്നെ വേണം നമ്മൾ വാട്ടർ കളറിലേക്ക് വരാനായിട്ട്. പിന്നെ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഉള്ള ചെറിയ ചെറിയ പ്രത്യേകതകളുണ്ട്. അത് ഞങ്ങളുടെ കുറച്ച് കാര്യം കാണിച്ചു തരാം. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ടർ കളർ എന്താണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇതിനകത്ത് വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് ബ്ലാക്കും വൈറ്റും ഒക്കെ ഉപയോഗിക്കുക ഇല്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. വൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല, ബ്ലാക്കും ഉപയോഗിക്കാൻ പാടില്ല. ഒരു കളറും സാധാരണ നേരിട്ട് പ്രയോഗിക്കാറില്ല. അതിനകത്ത് പല പല കളറുകളുണ്ട്. നീല, ചുവപ്പ്, അങ്ങനെ വയലറ്റൊക്കെ കളറുണ്ട്. നേരിട്ട് കാണുന്ന അതേ കളർ അപ്ലൈ ചെയ്യത്തില്ല. എല്ലാം മിക്സിങ് ആണ്. കളർ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്ലൈ ചെയ്യുന്നത്. ഓരോ കളറും മിക്സഡായിട്ട് ചെയ്യും. നീലയും മഞ്ഞയും കൂടെ കൂട്ടി പച്ചയുണ്ടാകണം കളറിന്. അങ്ങനെ അപ്പോൾ ആ കളറിന് പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരിക്കും. നമുക്ക് നേരിട്ട് കളർ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കളറിന് കുറച്ചുകൂടെ ഒരു ഡെപ്ത്, അതായത് ജീവൻ ഫീല് ചെയ്യത്തില്ല ആ കളർ അങ്ങനെ കൊടുക്കുന്നത്. അതിനകത്ത് ഈ സാധാരണ 12 ഷെയ്ഡ് കളറാണ് വരുന്നത്. ഈ 12 ഷെയ്ഡ് കളറിനകത്ത് തന്നെ കുറേ നല്ല കളറുകളൊക്കെ ഉണ്ട്. അതിനകത്ത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഓർക്കും ഇനിയിപ്പോൾ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, അത് തന്നെ നേരിട്ട് അങ്ങോട്ട് അടിച്ചാൽ പോരെ എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ആ കളറെന്ന് ചെയ്യുന്നത് ആ കളറിന് ജീവനില്ലാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാട്ടർ കളറിനെ പറ്റി ഉണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. വാട്ടർ കളർ ചെയ്യേണ്ടത് അത് സ്കെച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അതിനെ നമ്മൾ കളർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ പേപ്പർ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും. ഇതിപ്പോൾ ഈ പേപ്പർ ഹാൻഡ്മെയ്ഡ് പേപ്പറാണ്. ഓരോ പേപ്പറിനും ഓരോ സ്വഭാവ രീതികളുണ്ട്. ഇതേ ചെയ്യുന്ന രീതികളായിരിക്കില്ല നമ്മൾ സാധാരണ വേറെ പേപ്പർ ചെയ്യുന്നത്. സ്റ്റൈലിന് വ്യത്യാസമുണ്ട്, കളറിൻ്റെ രീതികൾക്കും വ്യത്യാസമുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹാൻഡ്മെയ്ഡ് പേപ്പറാണ്. അത് വെച്ചാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യമേ ഇതിൻ്റെ മേളിൽ ഒരു വെള്ളം ഒന്ന് വാഷ് ചെയ്യും. ഈ വെള്ളം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ കളർ ചെയ്യുന്നത്.
വെള്ളം വാഷ് ചെയ്യുന്നതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഇതെല്ലാം എന്തെങ്കിലും എണ്ണമയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ട് പോക്കോളും, കളർ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമായിട്ടുള്ളത്, ഈ വാട്ടർ കളർ വെള്ളവും ഈ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു സമ്പ്രദായത്തിലുണ്ട്. അതാണ് ശരിക്കും വാട്ടർ കളറിൻ്റെ ട്രാൻസ്പെറൻസി നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒപ്പയ്ക്കായിട്ടല്ല, ലൈറ്റ് ചേർക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് വാഷ് ഡ്രോയിങ് സമ്പ്രദായ രീതികളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് ഞാൻ ആദ്യമേ ഒന്ന് കാണിച്ചു തരാം. വെള്ളം ഒന്ന് ഉണങ്ങി വരാൻ ഇപ്പോൾ താമസമുണ്ട്. അങ്ങനെയല്ലേ, ഞാൻ ഒരുപാട് ഒന്ന് ചെയ്ത് കാണിക്കാം. അതായത് നമ്മൾ ആ ബ്ലൂ കളർ വാഷ് ചെയ്തിട്ടില്ല, കാണിക്കാം. ശരിക്കും ശ്രദ്ധിക്കാം. അതിന്റെ ഓരോ ഘട്ടങ്ങളും ഒരു കാണിച്ചു തരാം. അപ്പൊ ആദ്യം സ്കെച്ച് കാണിച്ചു തരാം അല്ലേ, എന്നിട്ട് വാഷിയുടെ കാര്യം കാണിച്ചു തരാം. അത് കഴിഞ്ഞ് കളർ വെക്കുന്ന കാര്യമാണ് സാധാരണ. അത് കാണുന്നില്ല എന്നൊരു സത്യം, പക്ഷെ ചില ആളുകൾക്ക് കാണുന്നില്ല. ഇങ്ങനെയല്ലേ നമ്മളത് ശ്രദ്ധിക്കും. നമുക്ക് വലിയ കലാകാരനുണ്ട്, കലാകാരനുണ്ട് വേണോ? ഇവിടെ അവിടെ ഒന്ന് പറയൂ. എന്താ മടിക്കുന്ന കലാകാരന്മാർക്ക് എവിടെയും ഒരു സ്ഥാനമുണ്ട് അല്ലേ? അത് ഉണ്ടാക്കിയെടുക്കണം, നേടിയെടുക്കണം കേട്ടാ. മറ്റുള്ള ഏതെങ്കിലും ഒരു കലാപരിപാടി പോലെ 5 മിനിറ്റിൽ ചെയ്യുന്ന ഒന്നല്ല ചിത്രരചന. അതിനകത്ത് ക്ഷമ ആവശ്യമാണ്. നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് അല്ലെങ്കിൽ മികച്ച റിസൾട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആ രീതി സമീപിച്ചത്. പ്രത്യേകിച്ച് വാട്ടർ കളർ, അതിലെ സാർ ആദ്യം വാഷ് ചെയ്യാൻ പറഞ്ഞ വെള്ളം എന്ന് പറയുന്നത് ആദ്യം വാഷ് ചെയ്തു അതിന്റെ മുകളിൽ കളർ വെക്കുമ്പോൾ നന്നായിട്ട് നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ആ കളർ നമ്മൾ വിചാരിക്കുന്ന പോലെ അവിടെ നിൽക്കും, സ്റ്റേ ചെയ്യും. ഇല്ലെങ്കിൽ അത് പല രീതിയിലോട്ട് ഒഴുകി മാറി അങ്ങനെ പോകും. അത്ര കുറച്ച് റിസ്ക് ആണ്, എന്നാൽ നല്ല രസമാണ്. ആ ഓൺ ദ സ്പോട്ടിൽ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് വാട്ടർ കളർ. എന്താണോ നമ്മൾ അവിടെ കളർ വെക്കുന്നത് ആ കളർ റിസൾട്ട് അവിടെ ഉണ്ടാവും. ക്ഷമ വേണം. നമ്മളിപ്പോ വരച്ച ഒരു പടം കാണാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. വരച്ച് കഴിയുമ്പോൾ വരയ്ക്കുന്നതും വരെ അത് ചെയ്യാൻ എടുക്കുന്ന സമയത്തെ കുറിച്ചോ അതിലെ ബുദ്ധിമുട്ടിനെ കുറിച്ചോ ചിലപ്പോൾ അതിനൊരു കണ്ണു വരയ്ക്കാൻ 10 or 15 പ്രാവശ്യം കണ്ണു വരച്ച് ശരിയാകാതെ വീണ്ടും വരയ്ക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ആ എടുക്കുന്ന ആ ഒരു ഇതിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കില്ല. വരച്ച് കഴിയുമ്പോൾ കാണുന്നത് മാത്രമാണ് എല്ലാവരുടെയും കാണുന്നത്. സാറ് വരയ്ക്കുന്ന പടത്തിന് കുറച്ച് സമയം ആവശ്യമാണ്. എല്ലാവരും ക്ഷമയോടിരിക്കുക. നമുക്ക് മികച്ച ഒരു ചിത്രം ആ വരയ്ക്കും. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ഓരോ കളർ വെക്കുന്നതും അത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും മെർജിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഷെയ്ഡ് കൊടുക്കുന്നത് എങ്ങനെയാണോ, ഏതൊക്കെ കളേഴ്സ് ആണ് മിക്സ് ചെയ്യുന്നതെന്നും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കളേഴ്സ് എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, ഗ്രീൻ ഇങ്ങനെ കോമൺ കളേഴ്സ് ആണ്. ഇവിടെ സാർ ഉപയോഗിച്ചിരിക്കുന്ന കളർ, ഈ കളറിന് നിങ്ങൾ എടുത്താൽ ഒരു കളറിന് പേര് ബ്രൗൺ എന്നാണ്. ഇതിന്റെ പേരുണ്ട്, ബെൻസീന എന്നാണ് ഇതിന്റെ പേര്, ബെൻസീന. അതുപോലെ ഒരു ബ്ലൂ ഉണ്ടെങ്കിൽ
രണ്ട് ബ്ലൂ ഉണ്ട് നമ്മുടെ വാട്ടർ പമ്പ് ടൂല്. ഒരെണ്ണത്തിന്റെ പേര് ക്രിസ്ത്യൻ ബ്ലൂ എന്നാണ്. മനസ്സിലായില്ലേ? വേറെ ബ്ലൂ എന്ന് പറയാറില്ല, ക്രിസ്ത്യൻ ബ്ലൂ. അതുപോലെ തന്നെ വേറെ ബ്ലൂവിന്റെ പേര് ഇത് കണ്ടാൽ നിങ്ങൾ ലൈറ്റ് ബ്ലൂ ആണെന്ന് പറയും. ഇതിന്റെ പേര് ലൈറ്റ് ബ്ലൂ എന്നല്ല, കൊബാൾട്ട് ബ്ലൂ എന്നാണ് ഇതിന്റെ പേര്. അങ്ങനെയുള്ള ഓരോ കളേഴ്സിനും ഡിഫറെന്റ് നെയിം ഉണ്ട്. ഈ നെയിംസ് എന്ന് പറയുന്നത് നമ്മുടെ ജനറിക് മെഡിസിൻ പോലെ. ലോകത്ത് എവിടെ ചെന്നിട്ടും ഏത് ഷോപ്പിൽ ആർക്കും ഷോപ്പിൽ ചെന്നിട്ടും ഈ കളറിന്റെ നെയിംസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എടുത്തു തരും. നിങ്ങളൊരു ബ്ലൂ ആ ചോദിക്കുന്നത് വിച്ച് ബ്ലൂ, ഏത് ബ്ലൂ ആണ് എന്നവർ നമ്മളോട് ചോദിക്കും. നമ്മൾ ചോദിക്കുന്നത് പ്രഷ്യൻ ബ്ലൂ വേണം എന്ന് പറഞ്ഞാൽ എത്ര ml വേണം, എത്ര ക്വാണ്ടിറ്റി വേണം നമ്മളോട് തിരിച്ചു ചോദിക്കും. അതാണ് ആ കളർ നെയിമിന്റെ പ്രത്യേകത. ഫസ്റ്റ് കളർ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് മേലൊരു ബ്ലൂ കളർ കൊണ്ട് ഇത് വാഷ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് ലയിച്ചിട്ട് പിന്നെ ക്ലീൻ കളർ കൂട്ടിച്ചേർത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇതിൽ തന്നെ ലൈറ്റും ഷെയ്ഡും ഉണ്ടായിരിക്കണം. ലൈറ്റും ഷെയ്ഡും ഒറ്റ അടിക്ക് തന്നെ നമുക്ക് തീർച്ചയായിട്ടും. പിന്നെ ഇത് കുറച്ച് വലിയ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചെറിയ താമസമുണ്ടോ. നമ്മൾ ചെറിയ പേപ്പർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ നമ്മൾ ചെയ്യാനായിരിക്കും ഉണ്ട്. രണ്ടാമതായിട്ട് ഹാൻഡ് മെയ്ഡ് പേപ്പർ ആകുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും തീർന്നു വരുമ്പോൾ. ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിലായിട്ട് കുറച്ച് സ്പീഡിൽ അത് ചെയ്ത് കാണിക്കാം, എനിക്കറിയാവുന്ന രീതിയിൽ. അതാണ് നിങ്ങൾ ഈ പാസ്പോർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഒന്നും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്നും പറയാം. പാസ്പോർട്ട് ചെയ്തത് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് പറയാം. കളർ എങ്ങനെയെങ്കിലും വന്നതെന്നോ അല്ലെങ്കിൽ സ്പ്രെഡിങ് എങ്ങനെയാണെന്നോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം, കുഴപ്പമില്ല. സാറ് വളരെ ശ്രദ്ധിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതിക്കാം, ചോദിക്കാം. എന്ത് സംശയം ഏത് പഠനങ്ങളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ചുകൂടെ ടൈം നമുക്ക് വേണ്ടി വരും ഉണങ്ങാനൊക്കെ ആണെങ്കിൽ. പിന്നെ സൈസും കൂടുതലാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രഷറുകൾ നമ്മുടെ ഇല്ലായിരുന്നു. എന്നാലും എൻ്റെ സമയപരിധിക്കുള്ളിലായിട്ട് ഞാനത് എൻ്റെ കഴിവിൻ്റെ രീതി അനുസരിച്ച് ഞാനത് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള സംശയങ്ങളൊക്കെയാണ് കളർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സംശയങ്ങൾ കാണുമായിരിക്കുമല്ലോ. നിങ്ങൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് സംശയങ്ങളാണ് പക്ഷെ മിണ്ടത്തില്ല. ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇതിനകത്ത് അതങ്ങ് മാറ്റണം. ഇത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാവും. നിങ്ങളൊക്കെ മനസ്സിൽ ഈ സംഭവം കിടപ്പുണ്ട്. ഇപ്പം എന്നെ റെഡിന്ന് ചോദിക്കണം. എനിക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്.
ചോദിക്കാൻ പറ്റത്തില്ല, ചോദിക്കാൻ മടിയാണ്, എന്നാ ഓർക്കും, ഇത്രയും പേര് ഇരിപ്പുണ്ടല്ലോ, നമ്മളെന്നാ വിചാരിച്ചു വലിയ വിഷയം, ഇതൊന്നും വേണ്ട. നമ്മൾ വെറുതെ കൂളായിട്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചോദിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇപ്പൊ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് തെറ്റാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല. തെറ്റിനെ നമുക്ക് ശരി പഠിക്കാൻ പറ്റത്തുള്ളൂ, തെറ്റാണ്ട് ആർക്കും ശരി പഠിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വീടുകളിൽ ഏത് വീടിലായിരുന്നു തെറ്റ് വരും, വീണ്ടും തിരുത്തുക, ചെയ്യുക, വീണ്ടും ശ്രമിക്കുക. ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ സ്കെച്ചിനകത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ലൈൻസിനകത്ത് പ്രാധാന്യം കൊടുക്കണം. ഒരു ഡ്രോയിങ് ചെയ്താൽ നന്നായിട്ട് ഒരു ഡ്രോയിങ് ചെയ്യാൻ പറ്റണം. നല്ല ലൈൻസ്, അതായത് ഈ കൈ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് അല്ലേ? അത് കുറേ ഡ്രോയിങ്, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആയിട്ട് കുറേ ചെയ്യണം. കുറേ ചെയ്ത് കൈ തഴഞ്ഞ് നമ്മുടെ കയ്യിൽ വരുന്ന സമയം വരും. ആ സമയമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യണം, ലൈറ്റും ഷെയ്ഡുമായിട്ട് നന്നായിട്ട് ഷെയ്ഡ് ചെയ്യണം. അത് ഷെയ്ഡിങ് കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ കളറിങ്ങിലേക്ക് കിടക്കണം. ഞാൻ ആദ്യമേ ഒന്ന് പറഞ്ഞതാണ്. നമ്മൾ അതുപോലെ തന്നെ ചെറിയ സൈസിൽ വരയ്ക്കുക. ആദ്യമേ വലിയ സൈസിൽ വരച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങളിപ്പോൾ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണോ? കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ടുള്ളവരുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പം വലിയൊരു ഷീറ്റ് പേപ്പർ നിങ്ങളോട് തരുന്നത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പറയുന്നത്? നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ്. ചെറിയ സൈസിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ ആദ്യമേ. അത് കഴിഞ്ഞിട്ട് ചെറിയ സൈസിൽ നിന്ന് കുറച്ച് വലുതാക്കി കൊണ്ടുവരണം. ചെറിയൊരു ഓബ്ജക്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കാം, വീട്ടിൽ പോയത് ചെയ്ത് നോക്കാം. ഞാൻ വേണമെങ്കിൽ ഫോംസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരച്ച് കാണിക്കാം. ഡ്രോയിങ്ങിൻ്റെ എന്നും പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയിൽ കൈ വഴങ്ങി കിട്ടാനായിട്ട് നിങ്ങളുടെ കൈ ആ വിറവിലൊക്കെ മാറി അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്ത് കാണിക്കാം. ഇനി നല്ല നല്ല വർക്കുകളാണ്, എല്ലാവരും നല്ല വർക്ക് കഴിവുമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കളറും ഒക്കെ നന്നായിട്ടുണ്ട്. അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്താൽ മതി. പെൻസിൽ ഡ്രോയിങ് പെൻസിൽ ഡ്രോയിങ് ഒന്ന് രണ്ടെണ്ണം അത്രത്തോളം കുഴപ്പമില്ല. ഷെയ്ഡിങ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. അതിൻ്റെ പടത്തിന് ഈ ഷാഡോയുടെ ഒരു പ്രശ്നമുണ്ട്. ഷാഡോ വേണം, ഷാഡോ ശരിക്കും പ്രതിഫലിപ്പിക്കണം ഒരു പടത്തിൽ. അതിൻ്റെ ഒരു കുറവുണ്ടാവും. അതുപോലെ തന്നെ ഷാഡോ വേണം, ഹാഫ് ടോൺ വേണം, റിഫ്ലക്ഷൻ ലൈറ്റ് വേണം. 3-4 കാര്യങ്ങൾ ഇതിനകത്ത് ശരിക്കും പ്രതിഫലിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരു പടത്തിനകത്ത്. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ഒബ്ജക്റ്റ് നിങ്ങൾ വരയ്ക്കണം ആദ്യമേ. ഇപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് ഒരു ഗ്ലാസ്, ഒരു കപ്പോ എന്തെങ്കിലും സംഭവം മേശപ്പുറത്ത് വെച്ചിട്ട് അതൊന്ന് സ്റ്റഡി ചെയ്ത് വരച്ച് നോക്കും. എന്നിട്ട് അത് ഒരു നമ്മളൊരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒബ്ജക്റ്റിനെ ക്രമപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് അത് ഡ്രോയിങ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഐ ലെവലിന് താഴെയാണ് മേളിലുമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാകും. ഐ ലെവലിന് താഴെയുള്ള ഭാഗങ്ങൾ നമ്മൾ ആ വസ്തുവിൻ്റെ മേൽഭാഗമാണ് കാണുന്നത്. കുറച്ചുകൂടെ താഴെ നമ്മൾ കിണർ തന്നെ നോക്കുമ്പോൾ സമയത്ത് കിണറിൻ്റെ നമ്മൾ താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് ഷേപ്പ് മാത്രമേ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ഐ ലെവൽ നേരെ നോക്കും, നേരെ കുറച്ചുകൂടെ പൊങ്ങി നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ വസ്തുവിൻ്റെ അടിഭാഗം മാത്രമായിട്ട് കാണത്തുള്ളൂ. ഇങ്ങനെ ആ ഓബ്ജക്റ്റിനെ ശരിക്കും നിങ്ങൾ നിരീക്ഷിക്കുക, ഒബ്ജക്റ്റിനെ ശരിക്കും സ്റ്റഡി ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, നന്നായിട്ട് ഒബ്സർവേഷൻ ചെയ്യുക. എല്ലാ വസ്തുക്കളെയും ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്തതിലൂടെ നമുക്കത് മുന്നോട്ടുള്ള പോകാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും ശ്രമിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് വരയ്ക്കുക. ഒരു ദിവസം പോലും സ്കെച്ച് മുടങ്ങരുത്. ഞാനൊക്കെ എന്നും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക സ്കെച്ചുകൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതുപോലെ വഴങ്ങത്തില്ല. ഈ ഒരു മീഡിയം വാട്ടർ കളറായാലും സ്കെച്ചായാലും കുറച്ച് ദിവസം നമ്മൾ സ്കെച്ച് ഇടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും സ്കെച്ച് ചെയ്യാനായിട്ട്. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പോക്കോളാം. അത് എന്നും ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതിനകത്ത് പ്രയോഗിക്കണം. ഈ വർക്ക് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം. 1 മണിക്കൂറല്ല, ഏറ്റവും ചുരുങ്ങിയതാണ്. അത് വെളുപ്പിനോ ഏതെങ്കിലും ടൈമിൽ ഒരു ബുക്ക് വാങ്ങിക്കുക, സ്കെച്ച് ബുക്ക് മേടിക്കുക, സ്കെച്ച് ചെയ്യുക, നിരന്തരം സ്കെച്ച് ചെയ്യുക. കൂടുതലും പെൻസിൽ ഡ്രോയിങ് ചെയ്യണം. പെൻസിൽ ഡ്രോയിങ് ഒബ്ജക്റ്റ് കറക്റ്റ് ആണോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കളറിങ് ചെയ്യാവുള്ളൂ. കളറിങ്ങിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഈ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളത് ശരിയാകാണ്ട് പോകും. ധാരണ ഇല്ലാണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ വഴിക്ക് കിട്ടാതെ വരുന്നത്. ശരിക്കും പെൻസിൽ ഡ്രോയിങ് ചെയ്യുക, പെൻസിൽ ഷെയ്ഡ് ചെയ്യുക,
ആ ആപ്പിളിന്റെ പടങ്ങളൊക്കെ നമ്മൾ ശരിക്കും ഷെയ്ഡ് ചെയ്ത് പഠിക്കണം. നന്നായിട്ട് പെൻസിലിന്റെ 2B 6B 10B ഒക്കെ പെൻസിലൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ ആ പെൻസിലിനൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഇത് പഠിക്കാൻ പറ്റും. നമ്മൾ ഈ റിഫ്രഷൻ ലൈറ്റും ഹൈലൈറ്റും ഹാർട്ടോണും ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ചിത്രത്തിന് അത് പൂർത്തീകരണം ഉണ്ടാകുന്നുള്ളൂ. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഓരോ രീതിയും ഓരോ ഘട്ടങ്ങളും ഓരോ കളർ വെക്കുന്ന രീതി വരെ നമുക്ക് സാറ് വളരെ വ്യക്തമാക്കി കാണിച്ചു. ഇനി പുറത്തൊന്ന് വയ്ക്കുക. അവരെ വീട്ടിൽ നിന്നിട്ട് പേര് പറയും. ആദ്യം എന്റെ പേര് ശശി താരൂര്. എല്ലാവരും അറിയപ്പെടുന്നത് ചിൽഡ്രൻസ് ആർട്ട് പ്രൊമോട്ടറാണ്. പക്ഷേ അതിനുപരി കുട്ടികളിലേക്ക് ചിത്രകല എന്താണ് കുട്ടികളിലേക്ക് ചിത്രകല എന്താണ് കുട്ടികളിലേക്ക് ചിത്രകല? ചിത്രം എന്താണ്? പെട്ടെന്ന് ഓർമ്മ കേൾക്കാറുണ്ട്. എന്താ പറയും? ചിത്രം പല ചിത്രങ്ങളാണ്, പലവിധ ചിത്രങ്ങളാണ് അല്ലെ? ആണോ? പല ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് 2-3 ചിത്രം ഞാൻ കാണിച്ചുതരാം. ഈ പഠനത്തിന് കുട്ടികളിലേക്ക് ചിത്രകല എന്ന പഠനത്തിലൂടെയാണ് ഞാൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഒരു ഗ്രൂപ്പിന്റെ ഒരു സാന്നിധ്യം എന്ന നിലയിൽ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത്. കുട്ടികളൊന്നും കുട്ടികളല്ല. എന്താണ്? കുട്ടികളൊന്നും കുട്ടികളല്ല. മുതിർന്നവരൊന്നും മുതിർന്നവരല്ല. നമ്മളെല്ലാവരും കുട്ടികളാണ്. ആരാണ്? കുട്ടികളാണ്. കുട്ടികളാണ്. കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാം. ഒരു മാതാവായാലും ഒരു പിതാവായാലും നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പോഴേ കുട്ടികളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞത് മനസ്സിലാക്കില്ല. രക്ഷിതാക്കളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നേരത്തെ പറഞ്ഞത് പിന്നെ കുറച്ച് റെഫറൻസ് വെച്ചാൽ വലിയ കലാകാരന്മാർ, വലിയ ചിത്രകാരന്മാർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധനായ ലോകത്തിൽ തന്നെ പ്രസിദ്ധനായ ഒരു വളരെ മോഡേണായിട്ടും ശില്പകലയിലും എല്ലാം വളരെ പ്രഗത്ഭനായ ഒരു ആർട്ടിസ്റ്റാണ് പാബ്ലോ പിക്കാസോ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ലോക പ്രസിദ്ധനായിട്ടുള്ള ഒരു ചിത്രകാരനാണ്. ആ ചിത്രകാരന്റെ കുറച്ച് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റും. വളരെ ശ്രദ്ധിക്കാം. ദൂരെയുള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കാണുന്നുണ്ടോ? എല്ലാവരും കാണുന്നുണ്ടോ? ഇത് പാബ്ലോ പിക്കാസോയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമാണ്. കേട്ടോ? ഇത് വേറെ ഒന്നിട്ട് കാണുന്നുണ്ടോ? എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഇത് ലോകപ്രസിദ്ധനായിട്ടുള്ള പാബ്ലോ പിക്കാസോ വരച്ച വളരെ പ്രസിദ്ധി ആർജിച്ച പാരീസിലെ വരച്ച ചിത്രങ്ങൾ 45,000 ചിത്രങ്ങളാണ്. എത്രയാണ്? 45,000 ചിത്രങ്ങൾ വരച്ച് അദ്ദേഹത്തിന്റെ പ്രായം 92 വയസ്സിലാണ് അദ്ദേഹം വരയ്ക്കുന്നത്. 92. ലോകപ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റ് പാബ്ലോ പിക്കാസോ എത്ര കാലം ജീവിച്ചിരുന്നു? അപ്പോൾ 98 വർഷം.
അപ്പൊ ഈ ആർട്ടിസ്റ്റിന്റെ പേര് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങള് ഈ ആർട്ടിസ്റ്റിന്റെ പേര് മറക്കാതിരിക്കാൻ. അദ്ദേഹം 92 വയസ്സ് വരെ 45,000 ചിത്രം വരച്ചു. ഓക്കെ, സമയമില്ല. ഒരുപാട് ഒരു 4 ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്ന നല്ലൊരു ധാരണയിലാണ്. പിന്നെ അതുപോലെ ലിയോനാർഡോ ഡാവിഞ്ചിയും ലോക പ്രസിദ്ധനായിട്ടുള്ള ചിത്രകാരനാണ് ലിയോനാർഡോ ഡാവിഞ്ചി. അദ്ദേഹം വരച്ചൊരു ചിത്രത്തിന്റെ പേരാണ് സാൽവേറ്റർ മുണ്ടി. അതാണ് സാൽവേറ്റർ മുണ്ടി. അദ്ദേഹം വരച്ച ചിത്രമാണ് സാൽവേറ്റർ മുണ്ടി. പ്രതികരണ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അദ്ദേഹം വരച്ച ചിത്രമാണ്. ഇതും ലോക പ്രസിദ്ധിയാക്കിയ ചിത്രമാണ്. അതോടൊപ്പം ഇത്ര വലത്തെ കൈ കൊണ്ട് ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഒരു സിഗ്നൽ ആയിരുന്നു. അത് കുരിശിന്റെ അടയാളമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് ഇടത്തെ കൈയില് റിഫ്ലക്ട് ചെയ്യുന്ന ഗോളം ആണോ? ഇവിടെ ലോകത്ത് ഇന്നും പറഞ്ഞു നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രേഖ ചിത്രമാണ്. ഡാവിഞ്ചി വരച്ച ഈ ചിത്രം. അപ്പോൾ ഇദ്ദേഹം ഇതേപോലെ തന്നെ നമ്മുടെ ഓരോ കലാകാരന്മാർക്കും തന്നെ വർഷങ്ങളോളം ഇരുന്നിട്ട്, ഒരുപാട് വർഷങ്ങൾ ഇരുന്നിട്ട് 35,000 40,000 ചിത്രങ്ങൾ വരച്ചാണ് ഇതൊക്കെ. ഇനി ഇതൊന്നല്ല, കുട്ടികളല്ല, അത് ഓർമ്മ, വലിയവരല്ല, നമ്മളെല്ലാവരും ഉറക്കെ പറയാം. ഒരു കുട്ടി കലാകാരൻ വേണ്ടിയിട്ടുണ്ട്. കുട്ടി കലാകാരൻ എന്ന് പറഞ്ഞാല് വളരെ ചെറുതാണ്. പഠിക്കണം, കേൾക്കണം. എന്താ കലാകാരൻ ചെറുപ്പകാലത്തെ ഇദ്ദേഹം 1976 ജനനം, മരണം 1983. അപ്പൊ എത്ര വർഷം ഈ കലാകാരൻ ജീവിച്ചു? ഇതാരാണ്? ഇദ്ദേഹം 6 വർഷം 11 മാസമാണ് ജീവിച്ചത്. ഹൃദയസംബന്ധമായ ചുമതലം വഹിക്കുകയാണ്. ആ ഒരു ആർട്ടിസ്റ്റ് വരച്ചിട്ടോ ഇത് കാണിച്ചു തരാം. ഇത് മാത്രമല്ല, ഒരുപാട് ചിത്രങ്ങളുണ്ട്. 6 വയസ്സുള്ള കൊച്ചു കലാകാരൻ. അപ്പൊ നമ്മളൊക്കെ എത്ര വരയ്ക്കണം? ഒരുപാട് വരയ്ക്കണ്ടേ? നമ്മുടെ ചിത്രങ്ങള്, ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങള് 6 വർഷം 11 മാസമാണ് ജീവിതം. ആ വലിയൊരു നക്ഷത്ര രാജാവിന് ലോകം തന്നെ കേട്ടിരിക്കുകയാണ്. The King of World. The King of World. ഒരു കുട്ടിയും കുട്ടിയല്ല, ചെറുതല്ല. അത് പറയാൻ ഇതാ മനസ്സിലായോ? നമ്മളൊക്കെ ഒരുപാട് ചിത്രം കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രം ആണോ? ചിത്രം കൊള്ളാം, ഒന്നല്ല കൊള്ളാവുന്നത്. അത് പറഞ്ഞു 92 വർഷം ജീവിച്ചിരുന്ന അദ്ദേഹം എത്ര ചിത്രം വരച്ചു? 45,000 അല്ലേ? അതിൽ വേറെ ആർട്ടിസ്റ്റ് പറഞ്ഞു 35,000.
ഈ 6 വയസ്സുള്ള 11 മാസം. ബഹുമാനപ്പെട്ട സുമാര സാറ് മംഗളം വാരികയിലെ മിഴിവ് ചരിത്രങ്ങൾ വരയ്ക്കുന്ന സാർ നടത്തിയ ഡെമോൺസ്ട്രേഷൻ വാട്ടർ കളറ് അത് ശ്രദ്ധിച്ചൊന്നും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കുട്ടികൾ തന്നെ കഥ പറയുന്ന ആൾക്കാരാണ്. എന്നെ 100 തവണ വിളിക്കും പണം വരയ്ക്കാനിരിക്കുമ്പോൾ, സാറേ ഇതെങ്ങനെ, സാറേ ഈ കളർ എങ്ങനെ കിട്ടുന്നത്, ആ കളർ എങ്ങനെ കിട്ടുന്നത്. ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചപ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അപ്പൊ സാറിന്റെ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് വെക്കാം. അതായത് നിങ്ങളും കളറും ബുക്കും എല്ലാം കൊണ്ടുവന്നിരുന്നു സാറ് വരയ്ക്കുമ്പോൾ കൂടെ വരച്ച് അങ്ങനത്തെ ഒരു സംഭവം. അതിന് വർക്ക്ഷോപ്പ് എന്നാ പറയുന്നത്. അത് മാത്രം ഒരു ദിവസം ഒരു കളറിംഗ് വർക്ക്ഷോപ്പ് മാത്രം. അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ഭാവി വെക്കാം. അത് കഴിഞ്ഞിട്ട് സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ശശിതാനൂർ സാറ് വളരെ ദൂരെ നിന്ന് വന്നിരിക്കുന്നത്. സാറിന്റെ സ്പേസിനും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് സാർ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഇതിന്റെ സമയത്തിന്റെ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നത്. അടുത്തായി നമുക്ക് ഇവരെ യാത്ര അയക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ മോട്ടിവേഷൻ സ്പീച്ച്, അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് ഒരാളാണ് അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കൂടുതലായിട്ട് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കുമ്പോൾ ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അതെങ്ങനെ ഏതൊക്കെ രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇത്രയും നാളത്തെ ചെറിയ പ്രായത്തില 10ാം ക്ലാസ് കഴിഞ്ഞല്ലേ ഉള്ളൂ. +1 അല്ലേ മനസ്സിലായി. ഇനി +1 ആണ്. +1 വരെ ആയിരിക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഗ്രൂപ്പിനകത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മാത്സ് വരെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ ഓടി നടക്കുന്ന കൊച്ചു മക്കളൊക്കെ സീറ്റ് കയറിയിരിക്കാവോ? സീറ്റ് കയറിയിരിക്കാവോ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് മാനസമീര. ഞാൻ ഹരിപ്പാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളില് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണ്. അപ്പൊ ഈ ഇവിടെ കൂടുതൽ ചിത്രം വരയ്ക്കുന്ന ആരൊക്കെ ഉണ്ട്? ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള ആരൊക്കെ ഒന്ന് കൈ നോക്കാവോ? ഇത്രയും പേർക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമല്ല ഈ കൂട്ടത്തില്. അപ്പൊ ഇവിടെ എക്സിബിഷന് പടം വെച്ച ആരൊക്കെ ഉണ്ടെന്ന് പറയാമോ? എക്സിബിഷന് പടം വെച്ച ആരൊക്കെ ഉണ്ട്? അപ്പൊ നിങ്ങൾ എല്ലാ ചിത്രങ്ങളും ഉണ്ട്. ഞാൻ ഈ എക്സിബിഷൻ ഫുള്ള് ഞാൻ ഈ പടങ്ങളെല്ലാം കണ്ടു. എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയും കൊച്ചു കുട്ടികളായിരിക്കും നല്ല പടം വരയ്ക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും നിങ്ങൾക്ക് ക്ലാപ്പ് അടിച്ചു, നിങ്ങൾക്ക് വേണ്ടി ക്ലാപ്പ് അടിച്ചു എല്ലാവരും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മുമ്പ് എന്റെ സെഷനാണ്. ഇതിന് മുമ്പ് ക്ലാസ് എടുത്ത സാറിമാരെ നിങ്ങൾക്ക് അറിയാം. സാറിമാരുടെ പേര് നിങ്ങൾക്ക് അറിയാവോ? അറിയാവോ? ആർക്കെങ്കിലും അറിയാത്തവർക്ക് ഞാൻ പറയാം. ഇതാണ് സുകുമാരൻ സാറ്. സാറ് മംഗളത്തിലൊക്കെ ചിത്രം വരയ്ക്കുന്ന സാറാണ്. എല്ലാവരും വീഡിയോ കണ്ടു. സുമാര സാറിന്റെ വാട്ടർ കളർ ഡെമോൺസ്ട്രേഷൻ കണ്ടു. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ 4ാം ഭാഗവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.